ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ ചെയ്യാൻ പോകുന്ന ഒരു പണ്ടത്തെ ഒരു മോഡൽ, എന്താ പറയുക, ഒരു എമർജൻസി ലൈറ്റാണ്. അത് കംപ്ലൈൻ്റ് ആണ്. ആ കംപ്ലൈൻ്റ്. അപ്പോൾ അതിന് ഞാനിപ്പോൾ ഒരു ബെഡ്റൂം ലാമ്പ് ആക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ്. അത് തുറന്നിട്ട് ഇതിനുള്ളിൽ ഈ മറ്റേ ടൈപ്പ് മറ്റേ LED സ്ട്രിപ്പ് വെച്ചിട്ട് ബെഡ്റൂം ലാമ്പ് ആക്കാൻ വേണ്ടിയിട്ട് ചെയ്യാനുള്ള പരിപാടിയാണ്. ഞാൻ അഴിച്ച് കഴിയുമ്പോൾ കാണിക്കാം കേട്ടോ. ഇത് അഴിച്ച് കഴിയുമ്പോൾ കാണുമ്പോൾ ഉള്ള ഭാഗങ്ങൾ ഇതൊക്കെ തന്നെയാണ് കേട്ടോ. ഇതാണ് അതിൻ്റെ ട്യൂബ്. ഈ ട്യൂബൊക്കെ പോയതാണ്, എല്ലാം നാശമായി പോയതാണ്. അപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ ട്യൂബിൻ്റെ മുകളിൽ LED സ്ട്രിപ്പ് ഇതിങ്ങനെ സെറ്റായിട്ട് വരും. എന്നുവെച്ചാൽ ഈ LED ഇവിടെ ഇതേ കൂട്ടി ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ ഒരു പൈപ്പ് വയ്ക്കും. ഒരു പൈപ്പിൻ്റെ പീസ് ഇങ്ങനെ വെച്ച് റെഡിയാക്കിയിട്ട് ഇതിൻ്റെ മുകളിൽ കൂടെ ഈ LED സ്ട്രിപ്പ് അങ്ങ് ഒട്ടിക്കും. ഈ LED സ്ട്രിപ്പ് ഉണ്ടല്ലോ, ഈ കത്തിക്കണ സാധനം, ഈ സാധനം ഇതിലിങ്ങനെ വട്ടത്ത് റൗണ്ട് ഇങ്ങനെ ചുറ്റി ഇങ്ങനെ കൊണ്ടുവരും. എന്നുവെച്ചാൽ അതിൻ്റെ ഇവിടെ സ്വിച്ചുമായിട്ട് എൻ്റെ കണക്ഷനൊക്കെ കൊണ്ടുവരും. അത് കൊണ്ടുവന്നിട്ട് ഞാൻ കാണിക്കാം. എല്ലാം കൂടെ ഇങ്ങനെ പിടിച്ച് കാണിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും കേട്ടോ. ശരി എന്നാൽ. ഇതോട്ട് പോസിറ്റീവ് കണക്ഷൻ ഇതാണ്. ആ കണക്ഷൻ ഇതിലേക്ക് പോസിറ്റീവിലേക്ക് കൊടുക്കുക. ക്യാമറ ഇന്ന് ശരിക്കും കാണിക്കാൻ ആളില്ലാത്തതുകൊണ്ട് ബുദ്ധിമുട്ട്. ഇതാ പോസിറ്റീവ് കണക്ഷൻ, ഇത് നെഗറ്റീവ് കണക്ഷൻ. ഉണ്ടോ? ഇവിടുത്തെ ലൈറ്റ് കത്തി കണ്ടോ? എത്ര സിമ്പിളായ കാര്യങ്ങളാണ്. അത് ഈ സാധനം ഇതിലേക്ക്, ഈ സാധനം ഇങ്ങനെ വെച്ചിട്ട് ഇതിലേക്ക് ഇറക്കി വെക്കും. ഇതിലേക്ക് ഇറക്കി വെച്ചിട്ട് ഈ സ്ട്രിപ്പ് ഇതിലിങ്ങനെ ചുറ്റി കൊടുക്കും. ഇങ്ങനെ ചുറ്റി കൊടുക്കും. ചുറ്റി ഒട്ടിച്ച് റെഡിയായി കഴിയുമ്പോൾ അടിപൊളി ലൈറ്റാവും. കുറച്ചൊന്ന് ചുറ്റി നോക്കട്ടെ. ഇതിപ്പോൾ എല്ലാം കിട്ടുന്നില്ല. കണക്കൊക്കെ നേരെ കൊടുത്തിട്ട് പിന്നെ കാണിക്കാം. എന്തായാലും തൽക്കാലം ഞാനിങ്ങനെ കാണിക്കാം. ശരിക്കും അത് പശ വെച്ചൊക്കെ ഒട്ടിക്കണം. ഈ പൈപ്പിങ്ങനെ ഒട്ടിക്കണം. പൈപ്പ് അങ്ങോട്ട് ഇളകാതെ ഒട്ടിക്കണം. നമ്മൾ നമ്മുടെ ഐഡിയ ചെയ്യുന്നു മാത്രമേ ഉള്ളൂ. ഗ്ലാസ്സൊക്കെ വെച്ചൊക്കെ സെറ്റ് ചെയ്യുമ്പോൾ നല്ല ഭംഗിയാവും. ഇങ്ങനെ ഒരു സംഗതി അടിപൊളിയാവും. ഇത് മനസ്സിലായോ? അപ്പം ഞാൻ എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് കാണിക്കും. ഇതിങ്ങനെ വെറുതെ ഇങ്ങനെ കാണിച്ചിട്ട് കാര്യമില്ലേ, ബുദ്ധിമുട്ടാവും. ഓക്കെ. എന്നിട്ട് ഈ പൈപ്പുണ്ട്, വലിയൊരു പൈപ്പ് എടുത്തിട്ട് ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, ഇങ്ങനെ വെക്കണം. ഇങ്ങനെ വെച്ചിട്ട് ഇതിൽ വേണം മുമ്പേ കാണിച്ച പോലെ ഈ LED ചിറ്റാൻ. അപ്പോൾ ആ പൈപ്പ് വെക്കുമ്പോൾ അതിന് മുമ്പായിട്ട് അതിൻ്റെ മുകളിൽ ഒരു ലൈറ്റ് റിഫ്ലക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു അലുമിനിയം പേപ്പർ ഇത് ചിറ്റുക. അല്ലെങ്കിൽ നിറമുണ്ടാവില്ലല്ലോ. ഇങ്ങനെ ചിറ്റി നന്നായി ഒട്ടിക്കുക. എന്ന് വെച്ചാൽ അതിൻ്റെ മുകളിൽ വേണം ഈ പൈപ്പ്, ഈ ടേപ്പ് ഇങ്ങനെ ചിറ്റാൻ. മനസ്സിലായി? അപ്പോൾ ഞാൻ കാണിക്കാം, ഒന്നിച്ച് കാണിക്കാൻ വീഡിയോ ഒരുപാട് ലെങ്തായി പോകും. ഇപ്പോൾ ഒരു സ്റ്റീൽ പൈപ്പ് പോലെയായി. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഇതിങ്ങനെ വയ്ക്കുക. ഇങ്ങനെ വെച്ചതിന് ശേഷം ഇവിടെ ലേശം പശ കൊടുത്തിട്ട് ഇവിടെ ഒന്ന് ഒട്ടിക്കണം. അതിന് ശേഷം
അതിന് ശേഷമാണ് മറ്റേ ഈ ടേപ്പ് എടുത്തിട്ട് ഇതിലങ്ങ് ചുറ്റുക, റൗണ്ടിലങ്ങ് ചുറ്റുക. ചുറ്റുകയെന്ന് പറഞ്ഞാൽ ഇതിന് പൊളിച്ച് കഴിഞ്ഞാൽ ടേപ്പിൻ്റെ അടി പൊളിച്ച് കഴിയുമ്പോൾ അവിടെ മുഴുവൻ പശയാണ്, അപ്പോൾ അത് ഒട്ടിപ്പിടിച്ചോളും. അത് ഷിപ്പിൻ്റെ അടി ഒരു ടേപ്പാണ് തന്നെ ഉണ്ടോ, ഇങ്ങനെ പൊളിഞ്ഞ് വരും ഉണ്ടോ പൊളിഞ്ഞ് വരുന്നുണ്ടത്. ഈ പൊളിഞ്ഞ് വരുന്നതിനെ ഇതിൻ്റെ മുകളിലേക്ക് അങ്ങ് ചുറ്റി കൊടുത്താൽ മതി. ഇങ്ങനെ അങ്ങ് ചുറ്റി കൊടുക്കുക, ഇങ്ങനെ അങ്ങ് ചുറ്റി ചുറ്റി അതിന് ചൂട് ഈ താഴെ കൊണ്ടുവരണം, ഇതിൻ്റെ മൂട്ടിൽ കൊണ്ടുവരണം. ഇവിടെ കൊണ്ടുവന്നിട്ട് ഇതിൻ്റെ കണക്ഷൻ കൊണ്ടുവന്ന് ഇതിൻ്റെ എലിവേറ്ററിൻ്റെ സ്വിച്ച് അതുവഴി ഇവിടെ കൊണ്ടുവരണം. ഇവിടെ കൊണ്ടുവരണം, ഈ കണക്ഷനിലോട്ട് കൊണ്ടുവരണം. ഇതിങ്ങനെ ഇങ്ങോട്ട് വരും, ഇങ്ങനെ വരും. അപ്പോൾ ഈ കണക്ഷനിലോട്ടാണ് ഇത് കൊണ്ടുവരുന്നത്. ഇവിടുന്ന് ഇതിൻ്റെ എലിമിനേറ്ററിൻ്റെ കണക്ഷൻ ഇവിടെ കുത്തി കൊടുക്കും, അപ്പോൾ ഇത് കത്തുകയും ചെയ്യും. ഇത് കാണത്തില്ലല്ലേ, ഈ വയറേലോട്ട് ഈ ചുറ്റുന്ന ടേപ്പിൻ്റെ തലയ്ക്കും ഇത് ജോയിൻ്റ് ചെയ്യും. ഇത് ജോയിൻ്റ് ചെയ്തിട്ട് ഈ കണക്ഷൻ വരുന്നത് ഇത് ഇവിടേക്കാണ് വരുന്നത്. ഇവിടുത്തെ എലിമിനേറ്റർ പിന്നെ കുത്തി കൊടുത്തു കഴിഞ്ഞാൽ അത് കത്തും. ഇവിടെ കാണിച്ചു തരാം. ഇതുപോലെ ചുറ്റി കൊടുക്കുക കേട്ടോ. ഇതുപോലെ ഇങ്ങനെ ചുറ്റി ഇങ്ങനെ ചുറ്റി കൊടുക്കുക, ഇങ്ങനെ ചുറ്റി കൊടുക്കുക. ഇതിലടി മുഴുവൻ പശയാണ്. ഈ പേപ്പറിഞ്ച് വലിച്ച് മാറ്റുമ്പോൾ അവിടെയൊക്കെ പശയാണ്. ഇങ്ങനെ ചുറ്റി കൊടുക്കുക. ചുറ്റി കഴിഞ്ഞ് കാണിക്കാം. ലൈറ്റ് കത്തി, അതാണ് എൻ്റെ പരിപാടി. ഇത് മനസ്സിലായല്ലോ. ഇത് എലിമിനേറ്റർ പിന്ന്. ഈ എലിമിനേറ്റർ ഊരി കഴിഞ്ഞാൽ ഈ സ്വിച്ച് വഴി കണക്ഷൻ കൊടുക്കും. ഇതിപ്പോൾ എലിമിനേറ്റർ നേരിട്ട് കുത്തിയിരിക്കുന്നതാണ്. ഇവിടെ സ്വിച്ചിൽ കണക്ഷൻ കൊടുക്കും. കണക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ അത് ഇവിടെ ഓൺ ഓഫ് ചെയ്യുക. ഇനി എമർജൻസി ആക്കണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ബാറ്ററി കൊടുത്താൽ മതി. ബാറ്ററി വെച്ച് കഴിഞ്ഞാൽ ചാർജ് ആകും, ഓട്ടോമാറ്റിക്കായിട്ട് ഇതാകും. ഇതതിൻ്റെ ഗ്ലാസ് മുകളിൽ നിന്ന് വയ്ക്കുന്നത് ഗ്ലാസും കൂടെ വെച്ച് കഴിയുമ്പോൾ സംഗതി ഭംഗിയായത് കണ്ട, അതാണ് സംഗതി. അപ്പോൾ ഇനി ഇതെല്ലാം ഫിറ്റ് ചെയ്തതിന് കാണിക്കാം കേട്ടോ. ഫിറ്റ് ചെയ്തതിന് ശേഷം എല്ലാം കൂടെ ബുദ്ധിമുട്ടൊക്കെ ഇങ്ങനെ കാണിക്കാൻ. ഈ സ്വിച്ചിലോട്ട് കണക്ഷൻ കൊടുക്കാൻ വേണ്ടിയാണ്. ഇതിൻ്റെ കണക്ഷൻ ഈ സ്വിച്ച് വഴി കണക്ഷൻ കൊടുക്കണം. കാണാൻ പറ്റുന്നില്ലേ നമ്മൾ ചെയ്യുന്നത്? ഒരു മിനിറ്റ് കഴിഞ്ഞ് കറണ്ട് പോകുമ്പോൾ അത് ബാറ്ററിയിൽ കത്തിക്കും. ഇനി എല്ലാം സെറ്റ് ചെയ്താൽ മതി. അതിൻ്റെ 3 സെല്ല് വെച്ചിരിക്കുന്നു. നല്ല വെളിച്ചം കിട്ടും. ഈ സ്വിച്ചിൽ ഓഫ് ചെയ്യാൻ പറ്റും. ഈ സ്വിച്ചിൽ ഇതിന് ഓഫ് ചെയ്യാം. കാരണം എലിമിനേറ്റർ പുറത്ത് കൊടുക്കുകയാണെങ്കിൽ ഒരു സൈഡിൽ കിട്ടിയിട്ട് സ്വിച്ച് ഇട്ട് കഴിഞ്ഞാൽ എലിമിനേറ്റർ കത്തും. കറണ്ട് ഇല്ലാത്തപ്പോൾ അത് ഒരിട്ട് സ്വിച്ച് ഇട്ട് കഴിഞ്ഞാൽ ബാറ്ററി കത്തും. ഇതിലിങ്ങനെ ഓഫാക്കുക. ഓക്കെ, ഇനി ഫിറ്റ് ചെയ്തതിന് ശേഷം കാണിക്കും. അങ്ങനെ ലൈറ്റ് കത്തി കഴിഞ്ഞു കേട്ടോ. അത് കുഴപ്പമൊന്നുമില്ല, കണ്ടീഷനായി. 12 വോൾട്ടിലാണ് കത്തുന്നത്. കറണ്ട് പോയി കഴിയുമ്പം ഇതിനുള്ളിൽ ബാറ്ററി ഉണ്ട്. ആ സ്വിച്ച് ഇങ്ങനെ മാറ്റിയിട്ട് കഴിഞ്ഞാൽ കത്തിക്കോളും. കുഴപ്പമില്ല. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ഇതുപോലെ കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. കുറേയൊക്കെ ഐഡിയ ഉണ്ടെങ്കിൽ തന്നെ ചെയ്യാവുന്നേ ഉള്ളൂ.
നല്ല വെളിച്ചമുണ്ട്. ഇത് പകലായതുകൊണ്ടാണ് നല്ല വെളിച്ചമുണ്ട്. ഇത് പണ്ടത്തെ സാധനമാണ്. എനിക്കങ്ങനെ അതിൻ്റെ ഭംഗി കണ്ടപ്പോൾ ഞാൻ എടുത്തു വെച്ചിരുന്നതാണ്. ഇപ്പം അതിന് ആവശ്യം വന്നു, അത് ഉപയോഗിച്ചു. അതിൻ്റെ ബാക്കി സിസ്റ്റമെല്ലാം എടുത്ത് കളഞ്ഞു. ഇപ്പം നമ്മൾ നമ്മുടേതായ രീതി ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, ശരി എന്നാൽ അടുത്ത വീഡിയോ ആയിട്ട് കാണാം.